കോശിത്തറവാട്ടുമനയില് കുടുംബക്ഷേത്രത്തിനടുത്തുള്ള ഒരു നാഗത്തറ കണ്ടിട്ടില്ലേ? ഓ ആ, അവിടെ പണ്ടെന്ന് പറഞ്ഞ നമ്മുടെ വല്യമുത്തച്ഛന്റെ ഒക്കെ കാലം ആൽമരം പോലെ വലിയൊരു വൃക്ഷം ഉണ്ടായിരുന്നു. ആ വൃക്ഷത്തിന്റെ പേരായിരുന്നു ആര്യവേദ. നിത്യവും മുടങ്ങാതെ നാഗപൂജകളൊക്കെ ആ വൃക്ഷത്തിന് ചുവട്ടിൽ വെച്ച് നടത്താറുണ്ടായിരുന്നു. പരദേവതയായ ശൈലേശ്വരനായിരുന്നു അവിടുത്തെ പ്രത്യേക പൂജകളും മറ്റും. അങ്ങനെ ഒരു ദിവസം വല്യമുത്തശ്ശൻ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ആ വിഗ്രഹം മരച്ചുവട്ടിൽ നിന്നും നഷ്ടപ്പെട്ടു. തൊട്ടു പിന്നാലെ ഒരു കടുത്ത വേനലിൽ ആര്യവേദയും കരിഞ്ഞുണങ്ങി നശിച്ചുപോയി. പക്ഷേ അതിലെ കായകൾ മാത്രം വാടാതെ കരിയാതെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോ വല്യമുത്തച്ഛൻ എന്ത് ചെയ്തു? കായകളെല്ലാം പറിച്ച് ഒരു തുണിയിൽ പൊതിഞ്ഞ് തറവാട്ടി കൊണ്ടുവച്ചു. കുറച്ചു നാള് കഴിഞ്ഞ് മുത്തശ്ശൻ നോക്കിയപ്പോ ഒരു നീല പ്രകാശം ആ തുണിക്കുള്ളിൽ നിന്നും പുറത്തു വരുന്നു. അങ്ങനെ ആ തുണിക്കെട്ടഴിച്ച് നോക്കിയപ്പോ ആ കായകളുടെ തോടുകളെല്ലാം അടർന്ന് തിളങ്ങുന്ന കുറച്ച് രത്നക്കല്ലുകൾ പുറത്തു വന്ന് കിടക്കുന്നു. ആര്യവേദയിൽ നിന്നും ജനിച്ച ആ രത്നക്കല്ലുകളുടെ പേരായിരുന്നു ആര്യാരൂഢം. ആ രത്നക്കല്ലുകളെല്ലാം ഭദ്രമായി സൂക്ഷിക്കണമെന്നും അത് നഷ്ടപ്പെടുന്ന പക്ഷം ഈ മനയുടെ സർവനാശമായിരിക്കുമെന്നും മുച്ചൂടും മുടിയുമെന്നൊക്കെയാണ് പ്രശ്നം വെച്ച നമ്പൂതിരി പറഞ്ഞത്. അയ്യോ, മോളെന്തിനാ പേടിക്കുന്നത്? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനല്ലേ മോളുടെ അച്ഛനും മുത്തച്ഛനും ഒക്കെ മനയിലൊരു അറയുണ്ടാക്കി രത്നങ്ങൾ അങ്ങോട്ട് മാറ്റിയത്. അത് അവിടെ വന്നെടുത്തുകൊണ്ട് പോകാനും മാത്രം ശക്തിയും ബുദ്ധിയുമുള്ള ഒരാൾ പോലും ഇന്ന് ഈ ഭൂമിയിലില്ല. ആക്രമണം നടന്ന വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മണിക്കൂറുകൾക്ക് മുൻപാണ് സംഭവം നടന്നത്. സംസ്ഥാന അവാർഡുകളും നോക്കണ്ട സാർ, CCTV ഒന്നുമില്ല, ഞാൻ നോക്കിയതാ. തലവേദനയാകൂ ചിലപ്പോ. ക്രിസ്റ്റീന മാഡം ഹോസ്പിറ്റലിലുണ്ട്. ഞാനിവിടുന്ന് റൈറ്ററിന്റെ ഫാദറിനെയും കൂട്ടിയിട്ട് ഇങ്ങ് പോകുന്നു. ആളെവിടെ? അകത്തുണ്ട് സാർ, പ്ലീസ് കം. എഴുത്തുകാരിയെ ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ച വ്യക്തി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ പോലീസ് പരിശോധന ഇവിടെ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം, ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇന്നലെ രാത്രി ഒരു 12 മണിയേക്കാണ്. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുമായിരുന്നു. അപ്പോഴാണ് വീട്ടിൽ നിന്ന് സ്വാമി സാറിന്റെ ഉച്ചത്തുള്ള കരച്ചിൽ കേട്ടത്. ഓടി വന്ന് നോക്കിയപ്പോൾ അമ്മു താഴെ വീണ് കിടക്കുന്ന കണ്ടത്. പെട്ടെന്ന് ഞാൻ സാറും കൂടി പിടിച്ച് കാറിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കുക ചെയ്തു. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാ? എന്താടോ തന്റെ രൂപം? സാറിനൊരു വെല്ലുവിളിയാവോ? സാറിന് എന്ത് വെല്ലുവിളിയാവും? സാർ ഇതുപോലത്തെ എത്ര കേസ് കണ്ടതാ? എന്ന് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ നിങ്ങളുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഈ അന്വേഷണം എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ചോദിക്കുക, അമ്മുവിന് ഏതെങ്കിലും ശത്രുക്കളുള്ളതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അവൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സാർ, എൻ്റെ കുഞ്ഞിന് ആരെങ്കിലും ശത്രുക്കൾ ഉള്ളതായിട്ടുള്ളത് എനിക്കറിയില്ല സാർ. അവൾ ആരോടും അങ്ങനെ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. പണ്ട് ഇങ്ങനെയൊന്നല്ലായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് അവൾക്ക് ഈ മാറ്റം സംഭവിച്ചത്. അവളെ ഞാൻ കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷെ അവൾ അതിന് സമ്മതിച്ചില്ല. അതിന് ഞാൻ ഒരുപാട് വഴക്കുണ്ടാക്കി. പിന്നെ ഞാൻ വിചാരിച്ചു, ഒരു വിവാഹം കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലോ എന്ന്. അതും ശ്രമിച്ചു. പക്ഷേ ഞാനതിന് കൊടുക്കേണ്ടി വന്ന വില വളരെ വളരെ വലുതായിരുന്നു സാർ. കഷ്ടിച്ചാണ് അവൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നീട് എൻ്റെ കുഞ്ഞിനോട് ഞാനൊന്നും ചോദിക്കാനും പറയാനും പോയിട്ടില്ല. അങ്ങനെ ഏകദേശം ഒരു
2 ആഴ്ച മുമ്പാണെന്ന് തോന്നുന്നു. അവളെ വീണ്ടും കുറച്ച് ഉന്മേഷത്തോടു കൂടെ ഞാൻ കണ്ടത്. ആ ഇടയ്ക്ക് 2 കൂട്ടുകാരികൾ അവളെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയ വീണ്ടും അവള് ഈ കഥ എഴുത്തും ലേഖനങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയത്. അച്ഛൻ പറഞ്ഞത് ശരിയാ. പക്ഷേ ഈ കഥ എഴുതാൻ അവള് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത്. കുറെ നാളായി ഒരു മനയും ആ മനയിൽ ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടിയെയും സ്ഥിരം സ്വപ്നം കാണാറുണ്ടെന്ന് അവൾ അന്ന് എന്നെ കണ്ടപ്പോ പറഞ്ഞായിരുന്നു. അവള് തന്നെയാ പറഞ്ഞേ അത് നല്ലൊരു ത്രെഡാണ്, അത് വെച്ചൊരു കഥ എഴുതാൻ പോവാന്നൊക്കെ. അപ്പൊ പിന്നെ ഞാനും പറഞ്ഞു ഒന്ന് എഴുതി നോക്കാൻ. ഏതാ മന? ഇവിടെ പെയ്യാവൂരിനടുത്ത. ഹലോ, എവിടെയാടി? ഡി ഞാൻ ആ പൂവരശ് മന വരെ ഒന്ന് വന്നതാ, ആ സ്റ്റോറി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ കഥയുടെ അവസാനം എന്തൊക്കെയോ കൺഫ്യൂഷൻ, എന്തൊക്കെയോ ഒന്ന് ചേരായിക പോലെ. നീ കഥ എഴുതുന്ന കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ അത് അവിടെ പോയിരുന്ന് എഴുതേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ശരിയടെ, എന്നാ ഞാൻ വെച്ചോട്ടെ, പിന്നെ വിളിക്കാം. നിനക്ക് ഞാൻ പറയുന്നൊന്നുമല്ലല്ലോ കേൾക്കേണ്ടത്. അയ്യോ, വെക്കല്ലേ വെക്കല്ലേ. നീ ഭയങ്കര ധൈര്യശാലിയല്ലേ, അപ്പൊ കുഴപ്പമില്ല. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അല്ല, ഇന്നലെ ഞാൻ വിളിച്ചപ്പോ നീ എല്ലാം എഴുതി കഴിഞ്ഞായിരുന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ പിന്നെ എന്തിനാ അവിടെ പോയത്? കർണികയും അവളുടെ ഗന്ധർവനും തമ്മിൽ ഒന്നു ചേരുന്നു. അങ്ങനെയാണല്ലോ നീ കഥ നിർത്തിയത്. അത് ശരിയാവുന്നില്ലടി. നമ്മുടെ കഥയനുസരിച്ച് അവളൊരു ആത്മാവും അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുമാണ്. അപ്പോ അവരെ തമ്മിൽ ഒന്നു ചേരണമെങ്കിൽ ഒന്നുകിൽ അവള് മരിക്കണം, അല്ലെങ്കിൽ അവൾ അവനെ കൊല്ലണം. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോയാ അതൊക്കെ പിന്നെയും കോംപ്ലിക്കേറ്റഡ് ആവും. കേട്ടിട്ട് എന്നെ പേടിയാവുന്നു. പിന്നെ അമ്മു, അധിക നേരം ഇവിടെ നിൽക്കണ്ടാട്ടോ. നിനക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ 2 ദുർമരണങ്ങൾ നടന്ന വീടല്ലേടി, വേഗം ഒന്ന് ഇറങ്ങാൻ നോക്കണേടി. എന്റെ പൊന്നു നാദു, ദേ ഈ മനയുണ്ടല്ലോ, അവര് നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലാതെ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ചുമ്മാ കാട് പിടിച്ച് കിടക്കുന്നൊന്നുമല്ല. നമ്മളെന്താ പറഞ്ഞോണ്ടിരുന്നേ? തൽക്കാലം അവരൊന്നു ചേരണ്ട, അവള് കാത്തിരിക്കട്ടെ. കാത്തിരുന്ന് അവൾ ആ സ്നേഹം തെളിയിക്കട്ടെ. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ കാത്തിരിക്കുന്നതും ഒരു സുഖമല്ലേ നാദിയ? ഒരു മിനിറ്റ്, അച്ഛൻ വിളിക്കുന്നു. ഹലോ അച്ഛാ, എന്റേത് കഴിഞ്ഞു. അച്ഛനെത്തിയോ? ശരി.